ഓഫീസറായി എന്നറിയാമോ ഹരിക്ക്? സമയത്തിന് ആഹാരം പോലും കഴിക്കാതെ എത്ര കാലം ഇങ്ങനെ ഇരിക്കാനാ തന്റെ പരിപാടി? താൻ വാ, വിളമ്പി വെച്ചൊക്കെ തണുക്കുന്നു. ഡെനിൻസും റെഡ് ഷർട്ടും അല്ലെങ്കിൽ ബേഷും സ്കൈ ബ്ലൂ. ഉണ്ണിയേട്ടന് ഇതൊക്കെ വല്ലാത്ത ചേർച്ചയായിരുന്നു അല്ലേ? രാധേ, എന്താ ഇതൊക്കെ? വെറുതെ ഹോസ്റ്റലിൽ നിന്ന് അവർ കൊടുത്തയച്ച് ഉണ്ണിയേട്ടന്റെ ഡ്രസ്സും ബുക്സും ഒക്കെ അടുക്കി വെക്കുക. ഹരിയേട്ടനറിയാലോ, മുറി എപ്പോഴും ഇങ്ങനെ അടുക്കി നീറ്റാക്കി വെക്കുന്നതാ ഉണ്ണിയേട്ടന് ഇഷ്ടം. നിനക്കെന്താ കുട്ടി, ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്ത് പിടിച്ചില്ല എന്ന് സ്വയം ഉറപ്പുവരുത്താനാ ഞാനിതൊക്കെ ചെയ്യുന്നത്. ഈ മുറിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ ഉണ്ണിയേട്ടൻ എവിടെയോ ഉണ്ടെന്നുള്ള തോന്നല് അതൊരാശ്വാസ. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് എനിക്കറിയാം. എങ്കിലും മോഹിക്കാൻ വേറെ ഒന്നുമില്ല മനസ്സിൽ. മരിക്കാൻ തീരുമാനിക്കും മുമ്പ് നിന്നെങ്കിലും ഒന്ന് ഓർക്കായിരുന്നു അവന്. ഇല്ല, ഉണ്ണിയേട്ടൻ സ്വയം ചെയ്താണെന്ന് തോന്നുന്നുണ്ടോ ഹരിയേട്ടന്? ആത്മഹത്യയാണെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞെങ്കിൽ ഉണ്ണിയേട്ടനെ എനിക്ക് വെറുക്കാമായിരുന്നു. ഉണ്ണിയേട്ടനെ കുറിച്ചുള്ള ഓർമ്മകളെ മുഴുവൻ വെറുക്കാമായിരുന്നു. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. ആരൊക്കെ പറഞ്ഞാലും അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്താ നീ പറയുന്നതിന്റെ അർത്ഥം? ഞാൻ വഴിതെറ്റിപ്പോയെന്ന് കണക്ക് കൂട്ടാൻ എല്ലാവർക്കും ധൃതിയല്ലേ? നിനക്ക് പോലും തോന്നി തുടങ്ങിയിട്ടുണ്ട് ഉണ്ണി ഇനി നിനക്ക് തിരിച്ചു കിട്ടില്ലെന്ന്. അങ്ങനെയൊക്കെ തോന്നിപ്പോയാലും അത് വേറെ ആരുടെയും കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ. ഒക്കെ ഉണ്ണിയേട്ടൻ തന്നെ വരുത്തി വെക്കുന്നല്ലേ. എന്റെ ഭാഗത്തും കുറച്ചൊക്കെ തെറ്റുണ്ട്, അത് സമ്മതിക്കാം, അത്ര മതി. തെറ്റുണ്ടെന്ന് ബോധ്യമായെങ്കില് പിന്നെന്താ, തിരുത്തിക്കൂടെ? ചോദിക്കാൻ എളുപ്പം കഴിഞ്ഞു. നിനക്കറിയില്ല രാധേ, ഒരു വല്ലാത്ത സെറ്റപ്പിലാണ് ഞാൻ ചെന്ന് പെട്ടിരിക്കുന്നത്. ഒരിക്കൽ പെട്ടുപോയാൽ പിന്നെ വിചാരിക്കുമ്പോ തിരിച്ചു വരാൻ പറ്റിയെന്ന് വരില്ല. ഈ ബഹളമൊക്കെ ഉണ്ടാക്കുന്നത് വേറെ ആർക്കോ വേണ്ടിയാണെന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങൾ. ഒരു ഉപകരണമായിട്ട് ഇങ്ങനെ നിന്നു കൊടുക്കാൻ ഇനി വയ്യ, മടുത്തു, മതിയായി. ഇനിയെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു പോന്നൂടെ? തിരിച്ചവിടെ ഒന്ന് കയറുമ്പോ ഇറങ്ങിപ്പോന്ന് പറയില്ല എന്ന് ഉറപ്പുണ്ടോ നിനക്ക്? അച്ഛൻ അതൊക്കെ എന്നേ പുറത്തു കഴിഞ്ഞു. വരാം. കൊക്കിൽ ജീവനുണ്ടെങ്കിൽ നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഉണ്ണികൃഷ്ണൻ തറവാട്ടിൽ തിരിച്ചെത്തും, തീർച്ച. ഹരിയേട്ടൻ ലീവിൽ വരുന്നെന്ന് അറിഞ്ഞപ്പോ തന്നെ മനസ്സ് മാറിയതാ ഉണ്ണിയേട്ടന്. മരിക്കാൻ തീരുമാനിച്ചാണെന്ന് പോയതെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോരാമെന്ന് ഉണ്ണിയേട്ടൻ എനിക്ക് വാക്ക് തരില്ലായിരുന്നു. എന്നെ വെറുതെ മോഹിപ്പിക്കില്ലായിരുന്നു. ആരാ? ഞാൻ ഹരികൃഷ്ണൻ, ഉണ്ണികൃഷ്ണ ബ്രാറ. ആ, വരണം, ഇരിക്കണം. എന്താ വിശേഷിച്ച്? ഉണ്ണിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നറിഞ്ഞു. അതിന് നന്ദി പറയാൻ വന്നാണോ? അതോ വല്ല സമ്മാനം തരാനോ? വേണ്ട. തന്നെത്താൻ കത്തിച്ചാവാൻ ഇറങ്ങിയവനെ രക്ഷിക്കാൻ ചാടിയതിന് സർക്കാർ തന്നെ തക്കതായ പാരിതോഷികം തന്നു കഴിഞ്ഞു. ഈ പാവം IPS പ്രൊബേഷണർക്ക്
സസ്പെൻഷൻ. ഞാൻ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ മിസ്റ്റർ. തലപ്പത്തിരിക്കുന്നവന്റെ ഒന്നും ഒരു പൂട പോലും ഒരുത്തനും തൊട്ടില്ല. നിങ്ങളുടെ അനിയൻ കാണിച്ച തലവഴിക്ക് ഇപ്പൊ ശിക്ഷ അനുഭവിക്കുന്നത് ഞാനും താഴെയുള്ള 5-6 പോലീസുകാരുമാണ്. രാഷ്ട്രീയക്കാര് പന്തവും പടക്കവും കുറുവടിയെ കൊടുത്ത് പിള്ളേരെ കളത്തിലോട്ട് ഇറക്കി വിടും. എന്നിട്ട് കരക്കിരുന്ന് രസിക്കും. തമ്മി തല്ലാനും തന്നെത്താൻ ചാവാനും നടന്നവനെയൊക്കെ രക്ഷപ്പെടുത്താമായിരുന്നില്ലെന്നാ ഇപ്പൊ എൻക്വയറി കമ്മീഷന്റെ ചോദ്യം. രക്ഷിക്കാൻ ഞാനാരാ? മിശികായോ? നിങ്ങൾക്കറിയോ, നിന്ന് കത്തുന്നവനെ ചാടി പിടിക്കാൻ പോയിട്ടും എന്റെ തടി ഇങ്ങനെ മിച്ചം കിട്ടിയത് അപ്പച്ചനും അമ്മച്ചിയും നിത്യവും കുരിശുപള്ളി പോയി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ടാ. മടുത്തു. എന്തിനാ ഇങ്ങനെ സർക്കാരിനെ സേവിക്കുന്നത്? എന്റെ അപ്പനും പോലീസുകാരനായിരുന്നു. ഒരുത്തന്റെ നക്കാപ്പിച്ച വാങ്ങിക്കാത്ത നല്ല ഒന്നാന്തരം പോലീസ്. എന്നിട്ടെന്താ, 7 മൂത്ത് SI ആയി സർവീസിൽ നിന്ന് ഇറങ്ങിയപ്പോ മിച്ചം കിട്ടിയ എന്തോന്നറിയണോ? ഓലക്കേട മൂടാ. ഒടുക്കം വയസ്സാം കാലത്ത് പറമ്പി തൂമ്പാക്കായി പിടിച്ചിട്ടാ അങ്ങേര് എന്നെ പഠിപ്പിച്ച് നിലയിലാക്കിയത്. അയ്യോ, ഇതൊന്നും കണ്ട് പേടിക്കണ്ട, എന്റെതല്ല. IPS കിട്ടി തലസ്ഥാനത്ത് പോസ്റ്റിംഗ് ആണെന്ന് അറിഞ്ഞപ്പോ തൊടുപുഴക്കാരനൊരു റബ്ബർ ചായൻ താക്കോലെടുത്ത് മടിയിലോട്ട് ഇട്ട് തന്നു. കയറി താമസിച്ചോളാൻ. കെട്ടിക്കാൻ പ്രായത്തിനൊരു മകൾ നിപ്പോണ്ട് അറിയാനേ. സോറി, ഞാൻ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തു. ഒന്നുമില്ലാന്ന്, വെറുതെ വേലിയെ കിടന്നെടുത്ത് വേണ്ടാത്തടത്ത് വെച്ചല്ലോ എന്നുള്ള അരിശം കൊണ്ട് പറഞ്ഞു പോയതാ. അല്ല, നിങ്ങളോട് ചൂടായൊന്നുമല്ല. ഇരിക്കെ. ദണ്ണം വന്നാ പിന്നെ തൊപ്പിയും നക്ഷത്രം ഒന്നും നോക്കുകയില്ല. നല്ല നാടൻ ഭാഷയില് ആരെങ്കിലും 4 തെറി പറഞ്ഞാലേ എന്റെ നാക്ക് താഴും. അപ്പന്റെ വാങ്ങലാന്ന് വെച്ചോ. നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയില് ഞാൻ ഇങ്ങനൊന്നും പറയാൻ പാടില്ലാത്ത ഒരു സ്മോള്. വേണ്ട, താങ്ക്സ്. ഉണ്ണിയെക്കുറിച്ച് അവൻ സ്വയം അത് ചെയ്തു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിന്റെ പിന്നിൽ വേറെന്തൊക്കെയോ ഉണ്ടെന്ന് വെറുതെ മനസ്സ് പറയുന്നു. സംഭവം നടക്കുമ്പോൾ ഏറ്റവും അടുത്തുണ്ടായിരുന്ന ആളായതുകൊണ്ട് ഒന്ന് സംസാരിക്കാമെന്ന് കരുതി. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ. തീ കത്തിപ്പിടിക്കുമ്പോഴേ ഞാൻ കണ്ടുള്ളൂ. എന്നാലും അയാൾ സ്വയം തീ വെച്ചാണെന്ന് തന്നെയാ എന്റെ വിശ്വാസം. മറിച്ചെന്തെങ്കിലും സംഭവിച്ചു എന്ന് ചിന്തിക്കാൻ ക്ലൂ ഒന്നുമില്ല. പിന്നെ വല്ലാത്തൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണത്. നിങ്ങളോടായാലും ശരി, ചാടിക്കേറി എന്തെങ്കിലും വ്യക്തിപരമായ അഭിപ്രായം പറയുന്നത് ശരിയല്ല. നിങ്ങളുടെ ഈ സംശയത്തിന് തെളിവുകൾ എന്തെങ്കിലും കിട്ടിയാൽ കം ടു മീ. സസ്പെൻഷനിലാണെങ്കിലും ഐ മേ ബി ഏബിൾ ടു ഹെൽപ്പ് യു. താങ്ക് യു. ഹരീഷൻ, ഞാനിപ്പോ കളത്തിന് പുറത്തായതുകൊണ്ട് കേസിന്റെ പ്രോഗ്രസിനെ കുറിച്ചൊന്നും അറിയില്ല. നിങ്ങൾ പറ്റുമെങ്കിൽ കമ്മീഷൻ ഒന്ന് കണ്ടു നോക്കൂ. ഹി ഹാസ് മോർ ഡീറ്റെയിൽസ്. Who the bloody hell gave you this stupid idea? സ്വയം കത്തിച്ചതല്ലെങ്കിൽ പിന്നെ എങ്ങനെ തന്റെ അനിയന്റെ തലയിൽ ആകാശത്ത് നിന്ന് ഇടുത്തി പൊട്ടി വീണോ? അന്വേഷണത്തിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞാൽ. അന്വേഷണത്തിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാൻ താനാരാ? IGPയോ? എടോ, അനിയൻ ചത്തത് എങ്ങനെയെന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് സമരത്തിന്റെ പേരിൽ ആ റാസ്കലും അവന്റെ കൂട്ടുകാരും കൂടി സിറ്റിയിൽ കാട്ടിക്കൂട്ടിയ പോക്കർത്തനങ്ങളെ കുറിച്ച് അന്വേഷിക്കേ. യുവർ ബ്രദർ വാസ് എ തേർഡ് റേറ്റ് മോബ്സ്റ്റർ, എ റിയൽ പെയിൻ ഇൻ ദ ഡാഷ് ഫോർ ദ എൻറ്റയർ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ആൻഡ് ഹി ഗോട്ട് ദ ഡെത്ത് ഹി ഡിസർവ്ഡ്. അർഹിച്ച മരണം തന്നെ അവന് കിട്ടിയത്. എടോ, നാഷണൽ ഹൈവേയിൽ ദിവസവും കാറിടിച്ചും ലോറി ഇടിച്ചും ഒക്കെ ഒരുപാട് തെരുവ് പട്ടികൾ ചാവുന്നുണ്ട്. ഏത് വണ്ടി ഇടിച്ചിട്ടാന്ന് ആരെങ്കിലും അന്വേഷിച്ച് ചെല്ലാറുണ്ടോ? തന്റെ അനിയൻ ചത്തതും അങ്ങനെയും കണക്കാക്കിയാൽ മതി. സർ, കുറച്ചുകൂടെ സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിച്ച് സംസാരിക്കാൻ പറയാം. നീ ആരാടാ? റാസ്കൽ. എന്ത് ചെയ്യാം? ഓരോരുത്തരും മുതലെടുപ്പ് നടത്തി നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതായിരിക്കുന്നു. ടെറിബിൾ. ഗവൺമെന്റ് ലെവലിൽ അന്വേഷണം നടക്കുന്നുണ്ട്. റിപ്പോർട്ട് വരട്ടെ. സംഭവത്തിന് ഉത്തരവാദികൾ ആരെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ തീർച്ചയായും നടപടി ഉണ്ടാവും. സർ, ഈ ഘട്ടത്തിൽ വേറൊരു ഉറപ്പും തരാൻ എനിക്ക് കഴിയില്ലല്ലോ. നമസ്കാരം. വരൂ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇരിക്കൂ. എന്നാ ഉദ്ഘാടനം? 10-ാം തീയതിയാണ്. കെട്ടിടം ബഹുവിശേഷമാണെന്ന് കേട്ടു. എല്ലാം സാറിന്റെ അനുഗ്രഹം. വേറെ ആരൊക്കെയുണ്ട്?